നമസ്കാരം. മുരളീധരനുണ്ടോ? എന്തോന്ന് മുരളീധരനുണ്ടോന്നോ? നിങ്ങൾ എന്തോന്നായി സംസാരിക്കുന്നത്? അതെ, ഇത് മുരളീധരന്റെ വീടല്ലേ? മുരളീധരന്റെ വീടെന്നോ? നീ എവിടുന്നാ വരുന്ന? കൊച്ചി. ആരാന്നുള്ള മത്സരമല്ലായിരുന്നോ? ഇപ്പം മനസ്സിലായടാ നീ ആരാന്ന്. ആരോടാ നീ കളിക്കുന്നേ? ഇറക്കടാ അവളെ. എല്ലാം ഇവളെ കൊണ്ട് ഞാൻ പറയിച്ചു. കട്ടക്കട്ടയ്ക്ക് മത്സരിച്ചപ്പോ എനിക്ക് സംശയം തോന്നിയതാ. ഇപ്പം മനസ്സിലായ നീ ആരാ എന്താണെന്ന്. മോനെ, ഞങ്ങൾ ആണുങ്ങളാ, സഹിക്കാൻ പറ്റും. ഈ പാവം പിടിച്ച പെൺകുട്ടി എങ്ങനെ സഹിക്കും? അതുകൊണ്ടാണ് നിന്നെ പറ്റിയുള്ള സത്യങ്ങൾ ഞാൻ പറഞ്ഞത്. മാപ്പാക്കണം മോനെ, അവരൊരുപാട് ഉപദ്രവിച്ച് ഞങ്ങളെ. എന്റെ പെങ്ങളെ മുരളീധരൻ ചത്ത് 15 വർഷമായല്ലോ. മുരളീധരൻ എവിടാന്ന് ചോദിക്കുന്നു. ഇതെന്റെ ചേട്ടൻ ഉദയകുമാറിന്റെ വീടാ. കൊച്ചിന്ന് വരുവാണെന്ന്. ഇതിനു മുമ്പ് ശിവകാശി ഒരുത്തൻ എവിടുന്ന് വന്നാണെന്ന് പോലും അറിയില്ല. എന്റെ ചേട്ടനായിട്ട് കൊരങ്ങളിപ്പിക്കുക. നിങ്ങൾ ഇനി എന്ത് കാണിക്കാൻ വേണ്ടി വന്നിരിക്കുക? എന്തോ കുഴപ്പമുണ്ട്, ശ്രദ്ധിച്ചിരിക്കണം. ഏയ്, പറയാരാന്ന്? ഞാൻ ശിവകാശിയെ സ്നേഹിക്കുന്നവളാ. ശിവകാശിയെ സ്നേഹിക്കുന്നോ? പിടിയടാ അവരെ. ആ ശിവകാശി ആരാന്ന് എനിക്ക് ഉടനെ അറിയണം. പറ, അല്ലെങ്കിൽ ഞാൻ ജീവൻ എടുക്കും. പറ. ശിവകാശിയും മുരളീധരനും വേറെ വേറെയല്ല. പിന്നെ അവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആണ്. മുരളീധരന്റെ ഫ്രണ്ട് ആണെന്നോ? 15 വർഷത്തിന് മുൻപ് മുരളീധരനും ശിവകാശിയും കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടുപേരും പിരിഞ്ഞു. ഇപ്പം മുരളീധരന്റെ നാട് ഇതെന്ന് മനസ്സിലായി. അതാ മുരളീധരൻ അന്വേഷിച്ചുകൊണ്ട് അയാൾ വന്നത്. അവനെ തേടിയാ ഞങ്ങൾ ഇവിടെ വന്നു. ഈ ഉദയകുമാർ ഒരു മണ്ടനാണെന്ന് വിചാരിച്ചല്ലേ? നീ കൂട്ടുകാരനെ കൊണ്ടുവന്ന് എനിക്കിട്ട് പണിയാൻ നോക്കിയതാ. ഞാൻ 5 മിനിറ്റ് സമയം തരാം. അതിനുള്ളിൽ ഈ നാട്ടിൽ നിന്ന് വിട്ടുപൊക്കോണം. പോകാൻ പറയടി, പോകാൻ പറയടി. കിടന്ന് നിലവിളിക്കണ്ട. ഇയാൾ ഒരാണ, നീ ഒരു പാരട്ട കിളവിയെ നടക്കാൻ. പോകാൻ പറയടേ, പോകാൻ പറയടേ, പോകാൻ പറയടേ. കഴുത്ത് ഞെരിച്ച് കൊല്ലും ഞാൻ. പോകാൻ പറയടേ, പോകാൻ പറയടേ, പോകാൻ പറയടേ അവനോട്. നിന്നോടാ പറഞ്ഞത്. എന്താണ് അവൻ ആലോചിക്കുന്നത്? പോകാൻ പറയടേ. നാട് വിട്ട് പോകാൻ പറ അവനോട്. പറയടേ. പോടാ. ഇത് നോക്ക, മത്സരം നിനക്കും നിന്റെ അനിയത്തിക്കുമാ. പക നിനക്കും എനിക്കും. ഇതിന്റെ ഇടയ്ക്ക് സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ ദേഹത്തെങ്ങാനും കൈവച്ചാലുണ്ടല്ലോ, ഒരഞ്ഞു കളയാം ഞാൻ. എന്റെ നാട്ടിൽ വന്നിട്ടോ എന്നെ പേടിപ്പിക്കുന്നോ? നിന്റെ ചൂണ്ടുവരൽ എന്റെ നേർക്ക് വരുമ്പോൾ അവന്മാർ അത് വെട്ടിക്കളയും.
മതി നിർത്ത്. അമ്മയെ വിടാൻ പറ. അദ്ദേഹം പോകാൻ പറയടി. ശിവ, വീണ. അയ്യോ. അടിക്കല്ലേ പ്ലീസ്. വീണ, ശിവ. ശിവ. പിടിക്ക്, പിടിക്ക്, പിടിക്കാൻ. ആദ്യം ഇവിടെ വിട്ടു പോ. എനിക്ക് ഇലക്ഷൻ വേണ്ട, ഒന്നും വേണ്ട. എന്റെ അമ്മയ്ക്ക് മോനും ഇല്ല, ഭർത്താവും ഇല്ല. എന്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല. ഞാൻ തൊഴുതു പറയാ. ആദ്യം ഇവിടെ പോവാൻ നോക്ക്. ഈ നാട്ടിൽ തന്നെ പോ. മക്കൾക്കു വേണ്ടി അമ്മ ത്യാഗം ചെയ്തിടും ഇത് കണ്ടു നിന്നാൽ മനം കൊണ്ടുപോകുമേ. മക്കൾക്കു വേണ്ടി അമ്മ ത്യാഗം ചെയ്തിടും ഇത് കണ്ടു നിന്നാൽ മനം കൊണ്ടുപോകുമേ. കള്ളനെന്ന മുദ്ര കുത്തി നാടും വീടും ഇട്ടെറിഞ്ഞ് അന്യരായി കൂലി ചെയ്ത് നാടു തേടി വന്നെൻ മുൻപിൽ. ഈ കണ്ടതൊന്നും മറക്കില്ല ഞാൻ. എന്റെ അമ്മയ്ക്കിവിടെ മാറുവേഷമോ, മഹാറാണിക്കിവിടെ ഏഴവേഷമോ. ഈ കളവെടുത്ത് വണ്ടിയെ കേട്ടടാ. ഇത് കേട്ടോ, നാളെ രാവിലെ ഫസ്റ്റ് വണ്ടിക്ക് നീ നാട്ടിലേക്ക് പോകുന്നു. പോയില്ലെങ്കിൽ നിന്റെ അമ്മയുടെ കർമ്മത്തിന്റെ ഊണം കഴിഞ്ഞ് പോകേണ്ടി വരും നിനക്ക്. എടുക്കടാ വണ്ടി. വൈശാലി, രാവിലെ തന്നെ നമുക്ക് പോവാം. കണ്ടില്ലേ എൻ്റെ അമ്മയെ അനുജത്തി അയാൾ എങ്ങനെ നോക്കുന്നതെന്ന്. സ്വന്തം അമ്മയെ പട്ടിണിക്കിട്ടിട്ട് നമ്മൾ ചോറ് തിന്നാ നമുക്ക് ഒരിക്കലും ഗതിയുണ്ടാവില്ല. അതിൻ്റെ ശിക്ഷ എൻ്റെ ചേട്ടൻ അനുഭവിച്ചേ തീരൂ. 10 മാസം വയറ്റിൽ ചുമക്കുന്നവളാണ് അമ്മ. എങ്കിൽ ജീവിതാവസാനം വരെ നെഞ്ചിൽ ചുമക്കുന്നവരാണ് മക്കൾ. അവരാണ് മനുഷ്യർ. ഞാനൊരു മൃഗത്തിനെ പോലെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. മനുഷ്യനായി ജീവിക്കുന്നതാണ് ഇഷ്ടം. അറിഞ്ഞോ അറിയാതെയോ ഞാൻ 15 വർഷം എൻ്റെ അച്ഛനെ അമ്മയും വേർപെട്ടിരുന്നു. അത് പാപമാണെന്ന് മനസ്സിലാക്കി തന്നവൾ നീയാണ്. നിന്നെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല ഹേമേ. പെരുമ്പാവൂരെത്തി, എല്ലാവരും ഇറങ്ങിക്കേ. എന്താ എഴുന്നേറ്റത്? ധൈര്യമായിട്ട് പോയിക്കോ. നീ പറഞ്ഞ പോലെ എൻ്റെ വീട്ടുകാരുമായിട്ട് നിന്റെ വീട്ടിൽ വരും. ആരാ നിങ്ങൾ? എന്താ വേണ്ടേ? നിങ്ങളോ? നിങ്ങളെന്തിനാ എന്നെ കടത്തിക്കൊണ്ടുവന്നേ? നിങ്ങളുടെ ഭാര്യ ജയിക്കണോ വേണ്ടയോ? അതെ, ജയിക്കണം. എങ്കിൽ ഇങ്ങനെ ചെയ്തെങ്കിലേ നിങ്ങളുടെ ഭാര്യയ്ക്ക് ജയിക്കാൻ കഴിയൂ. ഇലക്ഷൻ കഴിയുന്നതുവരെ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകണം. ഉദയകുമാർ ഒരു ആൽമരമാണ്. എന്റെ കൂടെ പിറന്ന അനിയത്തി കറിവേപ്പില. അതെടുത്തു കളയാനല്ലേ പറ്റൂ. ചെല്ല്, നിങ്ങളുടെ ചേട്ടനോട് പോയിട്ട് ഭർത്താവ് എവിടെയെന്ന് ചോദിക്കേ. ഇവിടെയെല്ലാം ഞാനൊന്ന് നന്നാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഉദയകുമാറിനെ മനസ്സിലാക്കും.
അല്ല നീ എന്തിനാ ഇങ്ങോട്ട് വന്ന്? ഡാ, ഞാൻ പറഞ്ഞതല്ലേ നാട് വിട്ട് പോവാന്ന്. പിന്നെ എന്തിനാ എന്റെ ഭർത്താവിനെ കടത്തിക്കൊണ്ട് പോയത്? പറ, എവിടെ എന്റെ ഭർത്താവ്? നീ എന്താണ് എവിടെയാ സംസാരിക്കുന്നത്? ആരുടെ നിന്റെ കെട്ടിയോനെ തട്ടിക്കൊണ്ട് പോയ? നീയാ കടത്തിയത്. ഞാനോ? എനിക്ക് നന്നായിട്ട് അറിയാം. നീ തന്നെയാ അത് ഞാൻ ചെയ്തത്. ചെയ്തിട്ടില്ല. നീ പോ. ഞാൻ പോവില്ല. ഞാൻ പോവില്ല. പറയുന്ന കേൾക്ക്. എനിക്ക് എന്റെ ഭർത്താവ് വേണം. നീ പോകുന്നോ ഇല്ലയോ? പോകില്ല എന്ന് പറഞ്ഞതല്ലേ. നിന്റെ കെട്ടിയോനെ ഞാനൊന്നും എനിക്ക് ചെയ്തില്ല. ഭർത്താവ് വേണം. ഓടി എന്റെ ഭർത്താവ് വേണം. ഓടി 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 പോ, വെളിയിൽ പോടി പോ. സ്ത്രീവർഗത്തെ അവമാനപ്പെടുത്തിയ ഉദയകുമാർ സ്ത്രീവർഗത്തെ അവമാനപ്പെടുത്തിയ ഉദയകുമാർ അമ്മേ കസാര. കസേര ഇനി ഇതിന്റെ ഒരു കുറവും കൂടെ ഉള്ളൂ. എടാ, നീ ഒരു പെണ്ണിനെ ചെരുപ്പൂരി അടിച്ചല്ലേ? ആഗ്രഹം തോന്നിയപ്പോ അടക്കാൻ കഴിഞ്ഞില്ല എന്താ, അമ്മേ. നിനക്ക് ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ലെന്നോ? നീ ഒരു മിടുക്കനാണല്ലോ എന്ന് കരുതി ഞാൻ ഇലക്ഷൻ നിർത്തിയില്ലേ? ആ, എന്നെ വേണോടാ ചെരുപ്പൂരി തല്ലാൻ. ദാ, അടിക്ക് അടിക്ക് അടിക്കടാ. അമ്മേ, നീ അടിക്കില്ല അല്ലേ? ഞാൻ അടിച്ചോളാം, ഞാൻ അടിച്ചോളാം, അടിച്ചോളാം. അമ്മേ, ഏതവനോ തട്ടിക്കൊണ്ട് പോയാൻ എന്റെ തലയെ കുറ്റം ചുമത്തുവാ. രാഷ്ട്രീയമാവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. എല്ലാവരുടെയും മുന്നിൽ നീ മലന്ന് കിടന്ന് തുപ്പില്ലേ? അത് നീ തന്നെ കടച്ചെടുക്ക്. അടുത്തത് നിനക്ക് ജനങ്ങളുടെ ചെരുപ്പടിയായിരിക്കും. ഒരു കാര്യം, കോടിക്കണക്കിന് ചെലവ് ചെയ്ത ഇതിനു മുമ്പ് നിന്നെ MLA ആക്കിയതും ഇപ്പൊ MLA സ്ഥാനത്തേക്ക് നിർത്തുന്നതും നീ MLA ആകാൻ വേണ്ടി അല്ല. എന്റെ മോൾ MLAയുടെ ഭാര്യയായിട്ടിരിക്കണം. എന്റെ നാട്ടിലെ എന്റെ മോള് MLAയുടെ ഭാര്യയാണെന്ന് എനിക്ക് അന്തസ്സോടെ പറയണം. മര്യാദക്ക് നീ ജയിച്ചു വരാൻ നോക്കണം. ഇനിയെങ്ങാനും നീ ചെരുപ്പും തൊപ്പിയൊക്കെ എടുത്തിട്ടുണ്ടെന്നെങ്ങാനും അറിഞ്ഞാലുണ്ടല്ലോ, പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. വണ്ടി എടുക്കണം. കേട്ടില്ലടാ, ആ പെണ്ണും പിള്ളയുടെ വായിന്ന് വന്നത് കേട്ടില്ലേ? ഉദയകുമാർ എന്താ മിണ്ടാതെ നിൽക്കുന്നെന്ന് തോന്നുന്നില്ലേ? അതേടാ, എലക്ഷൻ കഴിഞ്ഞോട്ടെ ഈ ഉദയകുമാറിന്റെ ആദ്യ ജോലി ആ തള്ളയ്ക്ക് വായിക്കരിയിടുക എന്നുള്ളതാ. ചേട്ടാ, ആ ശിവകാശി വീണ്ടും ഇവിടേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് ചേട്ടാ. ചേട്ടൻ അനിയത്തിക്ക് വേണ്ടി അവൻ വോട്ട് ചോദിച്ച് നാട് മൊത്തം നടന്നുകൊണ്ടിരിക്കുക. എടുക്കടാ വാള. ഇത് വല്ലാത്ത പ്രശ്നമായല്ലോ. ഉദയകുമാർ, നിക്കാനാ പറഞ്ഞത്. നിക്ക് ഉദയകുമാറെ, നീ നിന്റെ അനിയത്തിയെ തല്ലിയതുകൊണ്ട് നാട്ടുകാർ മുഴുവൻ ഇളകിയിരിക്കുകയാണ്. ഇനി വെട്ടും കുത്തുമായിട്ട് നടന്നാ ഇത് ക്രിമിനൽ കേസാവും. പിന്നെ നിനക്ക് ഈ ഇലക്ഷനിൽ തോൽക്കുന്നത് മാത്രമല്ല, ഒരിക്കലും ഇലക്ഷനിൽ നിൽക്കാൻ പറ്റില്ല. എന്തൊക്കെയായാലും ഇലക്ഷൻ കഴിഞ്ഞിട്ട് മതിയല്ല. ഈ കണ്ണിനെ നനയിച്ച് പെണ്ണിനെ കരയിച്ച് ഈ നാടു ഭരിക്കാൻ വന്ന നല്ലവനെ തിരിച്ചു വരുന്ന ദിവസം ഭരിക്കാൻ വന്ന നല്ലവരെ കാത്തു. ഇപ്പോൾ നിങ്ങളുടെ അരുമ സഹോദരി തൻ്റെ ദുഃഖത്തെ, തൻ്റെ വിഷമങ്ങൾ, തൻ്റെ മനോവിഷമത്തെ നിങ്ങൾക്ക് മുന്നിൽ ഇറക്കി വെക്കുന്നതാണ്. മോളെ വൈശാലി, മനസ്സിലുള്ള ഭാരം കരഞ്ഞു തീർക്ക്. എനിക്ക് എന്റെ ഭർത്താവ് വേണം. ഞാൻ നിങ്ങളുടെ അടുത്ത് തൊഴുത് പറയാ, എന്റെ ചേട്ടന്റെ അടുത്ത് എന്റെ ഭർത്താവിനെ കൊണ്ടുപോവാ. എങ്ങനെയെങ്കിലും എന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ. ഒരു മിനിറ്റ് സിസ്റ്റർ, ഫോൺ. ഹലോ, എന്നാടി കട്ടവനെ കിട്ടിയില്ലേ കണ്ടവനെ പിടിക്കുന്നേ? ഇപ്പൊ മനസ്സിലായോ ഈ ഉദയൻ ആരാണെന്ന് നിനക്ക്? നോക്കി, എനിക്ക് എന്റെ ഭർത്താവ് വേണം. പറ, നീ എന്റെ ഭർത്താവിനെ എവിടെയാ ഒളിപ്പിച്ചിരിക്കുന്നത്? ഉദയകുമാറിനോട് വേണ്ട കളി. മര്യാദയ്ക്ക് പരാതി പിൻവലിച്ച് സ്ഥലം വിട്ടോണം. ഇല്ലെങ്കിലുണ്ടല്ലോ ഇലക്ഷന് മുമ്പ് എന്റെ മാന്തോപ്പിൽ തീ കത്തി ആളും. ആ തീയിൽ നിന്റെ കെട്ടിയോന്റെ അസ്ഥി ഉടയുന്ന ശബ്ദം കേൾക്കാം. അതിനുശേഷം ഒരു ദിവസം പോലും നീ മനസമാധാനത്തോടെ കഴിയില്ല. നിന്റെ നാശമായിരിക്കൂടെ. ഈ മണ്ഡലത്തിൽ ഉദയകുമാറിനെതിരായിട്ട് ഒരു കുഞ്ഞു വോട്ട് ചെയ്യത്തില്ല. ഒന്നുകളയും ഞാൻ. ഈ ഉദയൻ ആരാണെന്നാണ് നീ എന്താ ചേട്ടാ ഇവിടെ ഇരുന്നിട്ട് അവിടെ മൈക്ക് സംസാരിക്കുന്നേ? മറികടന്ന് ആരെങ്കിലും വോട്ട് ചെയ്താൽ എന്നെ മാത്രമല്ലടി. ഇതെന്തുവാ ചേട്ടാ? ചേട്ടൻ ഇവിടെ ആപ്പടിച്ചോണ്ടിരിക്കുമ്പോ അവിടെ ആരോ ചേട്ടൻ ആപ്പടിച്ചോണ്ടിരിക്കുവല്ലേ? അവിടെ മീറ്റിംഗ് നടക്കാൻ പാടില്ല. അടിച്ചോടിക്കടാ. ഞാൻ എന്ത് പറയട്ടെ? എടാ പട്ടി കഴിവേറി പച്ചവെള്ളം കുടിക്കാൻ നിന്ന് ആ വിറകി പോണോടാ. നിന്നെ വെട്ടി കണ്ടം തുണ്ടാ പോടാ.
നൂറുകണക്കിന് പെണ്ണുങ്ങളെ അടിച്ചോടിച്ചിട്ടുണ്ട്. 200-ൽ പരം ആണുങ്ങളുടെ കാലും കൈയും തല്ലി ഓടിച്ച് രക്തം ഒഴുക്കിച്ചിട്ടുണ്ട്. മാന്യ മഹാജനങ്ങളെ അടി താങ്ങാൻ വയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ ഓടിക്കൊണ്ടിരിക്കുക. പെണ്ണുങ്ങളെ ഇത് ഓടിച്ച് അങ്ങനെ അടിക്ക്, അവരെ ഓടിച്ചിട്ട് അടിക്ക്. അങ്ങനെ എടി ഇവളാടി MLA കൊലപാതകയാക്കിയത്. വാടി ചാണകവെള്ളം ഒഴിക്കാം. അമ്മ എന്നെ വിളിച്ചായിരുന്നോ? എല്ലാ കഥകളും അടച്ചു പൂട്ടടാ. ഈ മൂളി മുങ്കാരിയെ എല്ലാം കൂടി ചാണക മുങ്കാരിയാക്കി കളഞ്ഞില്ലേ. ഞാൻ അല്പം ഒന്ന് കണ്ണടച്ചിരുന്നെങ്കിൽ എന്റെ മുഖത്ത് കരിമ്പുള്ള കുത്തി അവരൊക്കെ എന്റെ തലമുണ്ടനം ചെയ്തേനെ. എന്റെ മോൾ MLAയുടെ ഭാര്യയായി ഇരിക്കണമെന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ കൊലവറ ഞാൻ അടക്കി വെച്ചിരിക്കുന്നത്. നാളെ എങ്ങാനും നീ തോറ്റ എന്റെ മോൾക്ക് തോറ്റോടിയുടെ ഭാര്യയാണെന്നെങ്ങാനും പേര് വീണ ഈ മോളി കാളിയായി മാറുന്നത് കണ്ടോ? നീ ആരെ കുത്തുവോ ആരെ കൊല്ലുവോ എന്ത് ചെയ്യുന്നൊന്നും എനിക്കറിയണ്ട. നീ വിജയിക്കണം. തോറ്റാലുണ്ടല്ലോ നിന്റെ നാട്ടുകാരൊക്കെ എന്റെ ദേഹത്ത് ചാണകമാണ് കലക്കി ഒഴിച്ചത്. ഞാൻ നിന്റെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കളയും. നീ എത്ര ലക്ഷം വേണമെങ്കിലും ചോദിച്ചു വാങ്ങിച്ചോ, എന്നാൽ ജയിച്ചേ തീരൂ. കഥക് തുറക്ക.